കോൺഗ്രസിലെ ഐക്യ പ്രദർശനം മുകൾ തട്ടിൽ മാത്രമായി ഒതുങ്ങുമോ, അത് താഴെ തട്ടിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. 3 മണിക്ക് KPCCയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുത്തു. ഏകദേശം 40 മിനിറ്റോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിലൂടെ ഐക്യം അണികൾക്കിടയിലേക്ക് ഇറങ്ങിയോ എന്നതാണ് അന്വേഷണം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ T. സിദ്ദിഖ്, ശ്രീ ആന്റണി രാജു, ശ്രീ വർഗീസ് ജോർജ്, ഒപ്പം ശ്രീ ജേക്കബ് ജോർജും അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. ലാലി വിൻസെന്റും ചർച്ചയിലുണ്ട്. ഏറ്റവും ആദ്യം ലാലി വിൻസെന്റിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ആന്റണി രാജു, കഴിഞ്ഞ ദിവസം നിങ്ങൾ UDF നേതാക്കൾ സോണിയാഗാന്ധിയുമായി പറഞ്ഞതിന് എന്തെങ്കിലും ഉത്തരം കിട്ടുകയാണ് ഇന്നത്തെ ദിവസത്തിലെ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് പലരും നിരീക്ഷിച്ചത്. ആ അർത്ഥത്തിൽ ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങിയോ? ലാലെ, ഇന്നത്തെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ സംയുക്തമായ വാർത്താ സമ്മേളനം ഒരു നല്ല സന്ദേശമാണ് കോൺഗ്രസ്സുകാരുടെയിലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനസമൂഹത്തിന് മുമ്പിലും നൽകിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് ഒരു നല്ല തുടക്കമായിട്ടാണ് എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും ആശങ്കപ്പെടുന്നത് പോലെ മുകൾ തട്ടിൽ നേതാക്കന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് എത്രമാത്രം ശ്രമിച്ചാലും താഴെത്തട്ടിലേക്ക് അത് ആ രൂപത്തിലാക്കിയെടുക്കാൻ എന്തുമാത്രം കഴിയും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇന്നലെ ശ്രീമതി സോണിയാഗാന്ധി വളരെ കർശനമായി നേതാക്കന്മാരോട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി യോജിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശം നൽകണമെന്നും അതിൽ ആരും തന്നെ അക്കാര്യത്തിൽ വിഘടിച്ച് നിൽക്കരുതെന്നും അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നവരുടെ പേരിൽ കർശനമായ നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം ശ്രീമതി സോണിയാഗാന്ധി നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു റിയാക്ഷൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇവിടെ പറയാറുള്ളത് പോലെ ഇനിയുള്ള ദിവസങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. ഏതായാലും ഒരു കാര്യം നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്: യോജിച്ച് നിൽക്കുന്നില്ല എങ്കിൽ നഷ്ടം അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ബോധ്യം വന്നുവെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ശ്രീ ആന്റണി രാജു, ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്തുകൊണ്ട് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് ഈ ഐക്യം അറിയിക്കാനുള്ള ഒരു സന്ദേശം, നല്ല തുടക്കം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിയിക്കാനുള്ള ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായതായി മനസ്സിലാകുന്നില്ല. നമുക്ക് പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന പല ഗ്രൂപ്പുകളുടെയും, കോൺഗ്രസിലെ പല ഗ്രൂപ്പുകളുടെയും വ്യത്യസ്ത വീക്ഷണങ്ങൾ പല രൂപത്തിൽ വരാറുണ്ട്. എന്നാലും മുൻകാലങ്ങളിലേതുപോലെ ഈ ഗ്രൂപ്പ് നേതാക്കൾ പരസ്യമായി അടുക്കാൻ പാടില്ലാത്ത വിധം, തമ്മിൽ കാണാൻ പാടില്ലാത്ത വിധം ഒന്നും അവർ ഇത്രയും ദിവസങ്ങളായി നിന്നിരുന്നതായും നമുക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതാ ഐക്യപ്പെട്ടു എന്ന് കാണിക്കാൻ മാത്രം ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. അല്ല, നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ധാരണയുണ്ട്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം നിലനിൽക്കുന്നു, പരസ്പര ഐക്യമില്ലായ്മയുടെ ഒരു സൂചന കാണുന്നു, പരസ്പരം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് വിയോജിച്ച പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ പോലും വന്നു തുടങ്ങിയിരിക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് ശ്രീ VM സുധീരൻ ചൂണ്ടിക്കാണിച്ചു. ശ്രീമതി സോണിയാഗാന്ധിയുമായി സംസാരിച്ചപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ പരാജയങ്ങൾ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് ഐക്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്നുള്ളൊരു നിഗമനം അവരെത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ അത് ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരുപക്ഷെ ആ പരാജയം, ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ നിരീക്ഷണത്തിൽ ആ പരാജയം നന്നായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അനുഭവ പാഠം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് യോജിച്ച് മുന്നോട്ട് നീങ്ങാൻ ഒരു ഗുണകരമാകും എന്നുള്ള സന്ദേശം നൽകുന്നുണ്ട്. ഇവിടെ വിയോജിപ്പാണോ ഭിന്നിപ്പാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്, ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ ആശയക്കുഴപ്പങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കരമായ കടുപിടുത്തം പിടിച്ച് അത് പ്രാദേശിക തലത്തിലാണ് ഏറ്റവും കൂടുതലായി വരുന്നത്. ഒരു 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന് സീറ്റ് കൊടുത്താൽ മറ്റേ ഗ്രൂപ്പിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവരതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വിമതന്മാരും സൗഹൃദ മത്സരവും നടത്തി ഏതാണ്ട് നിരവധിയായ സീറ്റുകൾ പോയല്ലോ. എന്നിട്ടാണ് അങ്ങനെയാണല്ലോ ഒരു നേരിയ മാർജിൻ. അതൊന്നും ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാത്തത് കൊണ്ടോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ 3 നേതാക്കൾ വന്ന് നിൽക്കാത്തത് കൊണ്ടോ അല്ലല്ലോ. ഇതിനു മുൻപ് ഒറ്റയ്ക്കായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതിൽ കൂടുതലായി ഒന്നും തന്നെ, ഒരുപക്ഷെ അത്രയും റിലാക്സ്ഡ് ആയി പോലും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞില്ല എന്നതാണ് നമ്മൾ ഓരോ ഇഞ്ചും വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അല്ല, പക്ഷേ
ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതൊരു തുടക്കമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കുറേ കൂടി ശക്തമായി താഴെത്തട്ടിലേക്ക് യോജിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അങ്ങനെ കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കി കോൺഗ്രസിൻ്റെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മേൽ കർശനമായ നടപടി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള സന്ദേശം പോകുമെന്നുള്ള സൂചനയാണ് ഇന്നത്തെ പത്രസമ്മേളനം. തീർച്ചയായും ശ്രീ ആന്റണി രാജു അങ്ങനെ ശുഭ വിശ്വാസത്തിലാണ്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു നീക്കം മേൽത്തട്ടിൽ നിന്ന് ഗ്രൂപ്പ് തിരിക്കാനായി തുറന്ന ഒരു പോര് ഇതുവരെ തുടങ്ങാത്തത് കൊണ്ട് ഇനി ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ട് എന്താണ് അർത്ഥം എന്നുള്ളതാണ് വീണ്ടും വിലയിരുത്തേണ്ടത്. ഡോക്ടർ വർഗീസ് ജോർജ്, JDU സംസ്ഥാന സെക്രട്ടറി ജനറൽ. ഡോക്ടർ വർഗീസ് ജോർജ്, താങ്കൾ കഴിഞ്ഞ ദിവസം വളരെ ഒരു സത്യം ആണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയത്തിൽ സത്യങ്ങളല്ലല്ലോ, പല വാസ്തവങ്ങളെയും സത്യം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കാറില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ സംയുക്ത വാർത്താ സമ്മേളനം കൊണ്ടോ അതല്ലെങ്കിൽ ഐക്യം ഉണ്ട് എന്നുള്ള സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ രാഷ്ട്രീയത്തിലെ സീരിയസ് ആയ ഗൗരവമായ ഒരു സമീപനത്തിന് തുടക്കമാകാൻ കോൺഗ്രസ്സിന് കേരളത്തിൽ ആകുന്നുണ്ടോ? അല്ല, പ്രധാനമായും ഇന്നലെ മിസസ് സോണിയാഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് ഒറ്റയ്ക്കും പിന്നീട് ഒരുമിച്ചും അഭ്യർത്ഥിച്ചതായിട്ട് അറിയുന്നത് ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായി തീർക്കണം എന്നാണ്. എന്ന് മാത്രമല്ല, മിസസ് സോണിയാഗാന്ധി പറയുകയുണ്ടായി, ഈ കാര്യങ്ങൾ നിങ്ങൾ മൂവരും കൂടി ഒരു പത്രസമ്മേളനത്തിൽ പറയണം എന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പത്രസമ്മേളനം നടന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോളട്ടെ, ഇത് ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞു എന്നുള്ളതാണ് JDU അറിഞ്ഞിട്ടുള്ളത്? അതെ, അതെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നുണ്ടായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞതല്ല എന്ന്. അല്ല, ഇന്ന് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 3 പേരും കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തണമെന്ന് മിസസ് സോണിയാഗാന്ധി നിർദ്ദേശിച്ചതായിട്ട്. കാരണം ഘടകകക്ഷികൾ ഇന്നലെ മിസസ് സോണിയാഗാന്ധിയെ കണ്ടതിന് ശേഷം അവരുടെ ഒരു നിർദ്ദേശമായിട്ടാണ് ഇന്ന് പത്രങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ശ്രീ രാജു പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് ചില തീരുമാനങ്ങൾ അറിയിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഉത്കണ്ഠ ഈ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പാക്കണമെന്നുള്ളതാണ്. ഇതുപോലെ മുൻപും പലതവണ ഒരുമിച്ച് നീങ്ങുമെന്നും ഘടകകക്ഷികളെ മാനിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ UDFൻ്റെ മുന്നണി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്. UDFൻ്റെ സംഘടനാ സംവിധാനത്തിലൊരു പങ്കാളിത്തം. 140 നിയോജകമണ്ഡലമുണ്ട്. അവിടെ ചെയർമാനുണ്ട്, കൺവീനറുണ്ട്. 280 സ്ഥാനമുണ്ട്. ഒരു സ്ഥാനം ഏതെങ്കിലും നിയോജകമണ്ഡലം തരണ്ടേ? 14 ജില്ലകളുണ്ട്. കൺവീനർ സ്ഥാനം, ഒരു കൺവീനർ സ്ഥാനവും തരത്തില്ല. ഡോക്ടർ വർഗീസ് ജോർജ്, ഇത് വളരെ ഗൗരവമായാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും കോൺഗ്രസ് ഗൗരവമായിട്ടല്ല ഇതിനെ കാണുന്നതെന്ന് നിങ്ങൾ പരാതിപ്പെടുമ്പോഴും ഒരുപക്ഷെ അവരുടെ അതിഗൗരവമായ ഒരു നിരീക്ഷണം കൊണ്ടായിരിക്കില്ലേ നിങ്ങളെ അവർ ഇപ്പോഴും ഈ രീതിയിൽ കാണാത്തത്? നിങ്ങൾ എന്നായാലും ഇതെല്ലാം കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമായി നിങ്ങൾ ഇടത്തേക്ക് പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിയ അവർ നിങ്ങൾക്ക് ഇതൊന്നും തരണ്ട എന്ന് ഗൗരവമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ തീരുമാനിച്ച പിന്നെ മന്ത്രിസഭ കാണത്തില്ലായിരുന്നല്ലോ. നിങ്ങളോട് സാധിക്കില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് 2 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. പിന്നീടാണ് RSPയിലെ 2 പേര് വരുന്നത്. അപ്പോഴാണ് ഒരു കംഫർട്ടബിൾ മജോറിറ്റി ഉണ്ടാകുന്നത്. അതുവരെ ഞങ്ങളുടെ 2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലാണല്ലോ ഗവൺമെൻറ് നിന്നത്. അപ്പോൾ RSP വന്നതിന് ശേഷമാണോ അപ്പോൾ നിങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങാതായത്? അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ അവർ സീരിയസ് ആയി കാണാത്തത് ഇടതുപക്ഷത്തേക്ക് പോകുന്നുള്ള പ്രചരണം കൊണ്ടല്ല. കോൺഗ്രസ് ഒരു ഘടകകക്ഷികളോട് അവലംബിക്കേണ്ട സമീപനം എന്താണ്? ഞങ്ങളെപ്പോലെയുള്ള ഒരു പഴയ പാർട്ടിയോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. ഞങ്ങളോട് പറഞ്ഞു പാലക്കാട് റിപ്പോർട്ട്. ഈ പാലക്കാട് റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് അത് കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാരെ ശിക്ഷിച്ച് ജയിലിലടയ്ക്കണമെന്നൊന്നുമല്ല പറയുന്നത്. UDF വെച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് UDFൽ ഒന്ന് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകണം. ഇത് ഡോക്ടർ വർഗീസ് ജോർജ്, UDFലെ സംവിധാനത്തിൽ നിങ്ങൾക്കുള്ള ചിലപ്പോൾ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം. UDFൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോഴവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഇതുപോലെ റിപ്പോർട്ട്. എത്ര റിപ്പോർട്ടുകളുണ്ട്? ആ റിപ്പോർട്ടുകളെല്ലാം അവർ ഉണ്ടാക്കും, അവർ അങ്ങനെ അത് പരിണത്ത് വെക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അത് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി സംവിധാനത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് അത്ര ഗൗരവമായിട്ട് തന്നെയാണോ? അങ്ങനെയല്ലല്ലോ. അല്ല, ആദ്യമായിട്ടാണ് UDFൻ്റെ റിപ്പോർട്ട് വരുന്നത്. മറ്റേ കോൺഗ്രസിൻ്റെ ധാരാളം റിപ്പോർട്ടുകൾ അവരുടെ അലമാരയിൽ ഇരിപ്പുണ്ട്. വക്കം കമ്മിറ്റി റിപ്പോർട്ട്, തെന്നല റിപ്പോർട്ട്. പക്ഷേ UDF ഒരു കമ്മിറ്റിയെ വെച്ച് ആ UDFൻ്റെ കമ്മിറ്റി ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു.
ആ റിപ്പോർട്ട് ഒന്ന് വിശകലനം ചെയ്ത് UDF യോഗ്യത വെക്കണ്ടേ? ഞങ്ങളോട് കഴിഞ്ഞ UDFൻ്റെ ഉഭയകക്ഷി ചർച്ചയിൽ ഇതുപോലൊരു സായാഹ്നത്തിൽ പറഞ്ഞിരുന്നത്, 1, പാലക്കാട് റിപ്പോർട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 2, UDFൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം തരും. 3, പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിയുടെ ശക്തി അനുസരിച്ച് പ്രാതിനിധ്യം തരും. 3 കാര്യവും ചെയ്തില്ല. ഇതാണ് നിങ്ങൾ ഇന്നലെ സോണിയാഗാന്ധിയോട് പറഞ്ഞത്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സോണിയാഗാന്ധിയോട് ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലല്ല, ഒരു ചടങ്ങിനാണ് നിങ്ങൾ ഇന്നലെ അത് മിസ്സസ് സോണിയാഗാന്ധിയോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നങ്ങളല്ലേ? ഞങ്ങൾ മിസ്സസ് സോണിയാഗാന്ധിയെ കണ്ടത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, അഖിലേന്ത്യാ പ്രസിഡൻറ്റ് ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ അവരോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങൾ പോയി കണ്ടു. പക്ഷേ UDFലെ മറ്റു കക്ഷികളൊന്നും അങ്ങനെ അല്ല കണ്ടത്. ഡോക്ടർ വർഗീസ് ജോർജ്, JDU മാത്രം അതിലൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉണ്ടായത്. ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ, നിങ്ങൾ ആവശ്യപ്പെട്ടിടത്തോ നിങ്ങൾ പ്രതീക്ഷിച്ചിടത്തോ ഇന്നത്തെ വാർത്താ സമ്മേളനം എത്തിച്ചേർന്നു? ഇന്നത്തെ വാർത്താ സമ്മേളനം ഞങ്ങൾ നേരിട്ട് കണ്ടില്ല. കാരണം ഞങ്ങളുമായിട്ട് പിന്നീട് ഉഭയകക്ഷി ചർച്ച ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിലായിരുന്നു. ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ പാർട്ടി നിരീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇല്ല, ഞങ്ങളുടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനറൽ ഇഷ്യൂസാണ്. കോൺഗ്രസ് ഒരുമിച്ച് പോകും, ഘടകകക്ഷികളെ മാനിക്കും എന്നുള്ളതാണ്. ഈ ജനറൽ ഇഷ്യൂസ് ഇവിടെ മൈക്രോ ലെവലിൽ സ്പെസിഫിക്കായിട്ട് ഇത് ട്രാൻസ്ഫോം ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു ഗുണമുണ്ടായി, 3 പേരും കൂടെ ഒരുമിച്ചിരുന്നല്ലോ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇന്നലെ ടി സിദ്ദിഖ് കൂടി ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശരി, ശ്രീ ജേക്കബ് ജോർജ് ഒരു നിരീക്ഷണം എങ്ങനെയാണെന്നുള്ളത് സിദ്ദിഖിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചു. ശ്രീ ടി സിദ്ദിഖ്, എന്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് സംഭവിച്ചത്? ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റവും ആദ്യം സംസാരിച്ചത് ശ്രീ VM സുധീരനാണ്. KPCCയുടെ പ്രസിഡന്റ് തന്നെയാണ് ആദ്യം സംസാരിക്കുക. അദ്ദേഹം മദ്യനയത്തിന് അംഗീകാരം അഭിമാനകരം എന്ന് പറഞ്ഞു. സോണിയാഗാന്ധിയുള്ള ചർച്ച ഗുണകരമായി എന്ന് പറഞ്ഞു. UDFലെ കക്ഷികൾ തമ്മിൽ നല്ല ബന്ധം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐക്യത്തിന് പോറലേൽക്കുന്ന ഒരു പ്രവർത്തനവും ഒരു തലത്തിലും ഉണ്ടാകരുത് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഭീഷണി ഇന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ജനരക്ഷയാത്രയെക്കുറിച്ചാണ് പിന്നീടുള്ള വിവരണങ്ങൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റിൽ മുഖ്യമന്ത്രിയും ഒരു 5 മിനിറ്റിൽ ശ്രീ രമേശ് ചെന്നിത്തലയും പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റു. KPCC പ്രസിഡന്റ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് പ്രത്യേകിച്ച് സംഭവിച്ചത്? ഒന്ന്, 3 പേരും ഒരുമിച്ചിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു പുതിയ സംഭവമല്ല. ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് വിഭജനത്തിൻ്റെ തർക്കങ്ങൾ ജില്ലാ തലത്തിൽ ഉണ്ടാകുന്നത് ഓരോ DCCയും KPCCക്ക് കൈമാറിയ മുഴുവൻ തർക്കങ്ങളും ദിവസങ്ങളോളം രാത്രിയും പകലും ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും സമചിത്തതയോടുകൂടി പരിഹരിച്ചതായ നേതാക്കന്മാരാണ് ഈ 3 പേരും. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഓരോ ജില്ലയിലെയും നേതാക്കന്മാരെ തിരുവനന്തപുരത്തേക്ക് വിളിക്കുകയും 8 ദിവസം KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരുമിച്ചിരുന്ന് അവരെ മുഴുവൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കോൺഗ്രസിൽ സാധാരണഗതിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതായിരിക്കുന്ന സംശയത്തിൻ്റെ ഒരു കണിക പോലും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഒരു മാർച്ച് ചെയ്യുമ്പോൾ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭരണ തുടർച്ച കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ യുണൈറ്റഡായി ഒരുമിച്ച് നടത്തിയ ഒരു പൊതുപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് 3 പേര് നടത്തിയിട്ടുള്ള ഒരുമിച്ചുള്ള പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അത് ഞങ്ങൾ ഭരണത്തുടർച്ചയിലേക്കുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൂട്ടിംഗ് സ്റ്റെപ്പാണ്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതായ ഒരു ചെറിയ കണിക പോലും ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്, UDFലെ കക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു സമീപനം സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം ഇന്ന് ഫലപ്രദമായി നിർവഹിക്കപ്പെട്ടു. 3 പേരും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഭരണ തുടർച്ച UDFന് ഉണ്ടാക്കി ജനങ്ങൾ നൽകണം എന്നുള്ള ക്രിയാത്മകമായ അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതിൻ്റെ കൂടെ കേരള ചരിത്രത്തിൽ ഏറ്റവും ലാൻഡ്മാർക്കായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നേരത്തെ വർഗീസ് ജോർജ് പറഞ്ഞത് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഒക്കെ ഞങ്ങൾ ഉഭയകക്ഷി ചർച്ച ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചർച്ചകൾ ഇന്നലെ നടന്നിട്ടുള്ളത്. ഇന്ന് ഓപ്പൺ പത്രസമ്മേളനം നടക്കുകയുണ്ടായി. നാളെ മുതൽ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് അതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമല്ല
UDF കോൺഗ്രസും സ്വീകരിക്കുക. ഇതൊരു പ്രൊസീഡിയം ഓഫ് ലീഡർഷിപ്പാണ്. ഇതൊരു കൺസെൻസസ് ഓഫ് ഒപ്പീനിയൻ്റെ ഒരു സമീപനം സ്വീകരിക്കുന്ന മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അഭിപ്രായമുള്ളവരിൽ നിന്ന് അഭിപ്രായങ്ങൾ കേട്ട് പരാതികൾ കേട്ട് അത് കൂട്ടായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ എവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനകത്ത്? ഇതുവരെയും നിങ്ങൾ അത് തുറന്നു പറഞ്ഞിരുന്നില്ലല്ലോ. ഇന്ന് പോലും നിങ്ങളുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഒരു വ്യാജ കത്ത് എന്ന് നിങ്ങൾ പറയുന്ന ഒരു കത്തിന്റെ പുറത്താണ്. ആ കത്ത് പോലും ഇന്ന് ഓൺ ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല. ആ അർത്ഥത്തിൽ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ അണികളുടെ പൊതുവികാരം എന്ന് പറയുന്ന ആ കത്തിനകത്തെ ഉള്ളടക്കം ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അണികളോടും അനുഭാവികളോടുമൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക, ഈ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക്? ഒന്ന്, കത്തെഴുതിയ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ അങ്ങനെ കത്തെഴുതിയിട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ് കത്തെഴുതിയത്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതായ വ്യക്തി ശ്രീ മുകുൾ വാസ്നിക്കാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ്. മുകുൾ വാസ്നിക് പറഞ്ഞു അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. ഈ കത്ത് വന്നിരിക്കുന്നത്, പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ്. അത് കഴിഞ്ഞ് നിങ്ങളാണ് ആ കത്തെടുത്ത് കേരളത്തിൽ വലിയ ചർച്ചയോട് ചർച്ച 2-3 ദിവസമാക്കിയത്. ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നിച്ചു പറഞ്ഞല്ലോ അങ്ങനെ കത്തില്ല, അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. പത്രത്തിലാണെങ്കിൽ വളരെ എളുപ്പം തന്നെ ഒരു മുഖവും നോക്കാതെ നടപടി എടുക്കാമല്ലോ ആ പത്രത്തിനെതിരായി. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയാണല്ലോ നിങ്ങൾ വളരെ സ്നേഹിക്കുന്നത്. അത് വേണ്ടല്ലോ. മറ്റുള്ളവരെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അവരിൽ നിന്ന് സത്യം എടുക്കാൻ സാധിക്കുമല്ലോ. അതെന്തുകൊണ്ട് തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല? ഞങ്ങൾക്ക് അങ്ങനെ ഈ കത്തിൻ്റെ പിറകെ പോകേണ്ടതായ ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇല്ല ലാൽ. ഞങ്ങൾ എഴുതിയ കത്തല്ല, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി അഭിപ്രായ പ്രകടനം നടത്തി. കത്ത് എഴുതിയിട്ടില്ല എന്ന് എഴുതിയെന്ന് ആരോപിക്കപ്പെടുന്നതായ രമേശ് ചെന്നിത്തലയും പറഞ്ഞു. പിന്നെ കത്തിനെ കുറിച്ച് ചർച്ച വേണ്ട. വേണ്ട, പക്ഷെ കത്തിനകത്ത് വന്ന ഉള്ളടക്കം അന്ന് തന്നെ പല നേതാക്കളും ഇവിടുത്തെ ചർച്ചയിൽ തന്നെ ന്യൂസ് ആൻഡ് വ്യൂസിൽ തന്നെ ശ്രീമതി ലാലി വിൻസെന്റ് വന്ന് ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. അതിനകത്തുള്ള ഓരോ കാര്യവും അണികളുടെ മനസ്സിലുള്ളതാണ്, അതിനി മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവിടുത്തെ ചർച്ചയിലും പറഞ്ഞു, മറ്റു മാധ്യമങ്ങളിലും പോയി പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം KPCC ശാസിക്കുകയും ചെയ്തു ശ്രീമതി ലാലി വിൻസെന്റിനെ. ആ അർത്ഥത്തിൽ എല്ലാവരും, ശ്രീ R ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവാണ്, അദ്ദേഹം മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം അണികളുടെ വികാരമാണ് എന്ന്. പല നേതാക്കളും ഇതിനകം പറയാതെ പറയുന്നുമുണ്ട്, അനുഭാവികൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ കത്തിന്റെ ഉള്ളടക്കം ഒന്നും തൊടാതെ, UDF പറഞ്ഞ പരാതികൾ ഒന്നും തൊടാതെ ഈ 3 പേർ വന്നിരുന്ന് വാർത്താ സമ്മേളനത്തിൽ ഐക്യം പറഞ്ഞാൽ താഴെ തട്ടിൽ അത് എത്തുമോ? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 3 നേതാക്കന്മാരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ 3 നേതാക്കന്മാരാണ് ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകന്മാരുമായി വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള നിരവധി ആളുകളുണ്ടെങ്കിലും ടോട്ടൽ ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ 3 ആളുകളാണ്. ഈ അതൊരു ഗ്രൂപ്പിസത്തിന്റെ ഫലമായിട്ടാണല്ലോ കാണാൻ സാധിക്കുക. ഒരു പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഒരു അജണ്ട, അതിന്റെ ഒരു രീതി അനുസരിച്ച് അതിന് ഹൈക്കമാൻഡാണ് എല്ലാം. അത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ്. പിന്നെ എങ്ങനെയാണ് 3 പേർ വരുന്നത്? അപ്പൊ 3 വീക്ഷണങ്ങളുണ്ട്, 3 ഗ്രൂപ്പുകളുണ്ട്, 3 വാദങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ഈ 3 തരത്തിൽ 3 സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഐക്യ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ കാണിക്കേണ്ടി വരുന്നത്. അല്ല, 3 അഭിപ്രായങ്ങളല്ല, 3 വീക്ഷണങ്ങളല്ല കോൺഗ്രസ്സിലുള്ളത്. കോൺഗ്രസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുടെ, വ്യത്യസ്തമായ ധാരകളുടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ ഒരു ടോട്ടൽ കൺസെൻസസ് ആണ് കോൺഗ്രസ് എന്നുള്ളത്. കോൺഗ്രസ് ഒരു വിശാല ജനാധിപത്യ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അതിലൊരിക്കലും ഒരു ഇരുമ്പ് മറയോ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള പാർട്ടികൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ തലപ്പത്തുള്ള നേതാക്കളാണ് മാധ്യമങ്ങളെ കാണുക. ഏതെങ്കിലും ഒരു നേതാവാണ് മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുക. അല്ലാതെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ 3 നേതാക്കൾ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നത്? ഇവിടെ ലാലെ, നിങ്ങളടക്കം ഉണ്ടാക്കിയിട്ടുള്ള, കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ട്. എന്താ പെർസെപ്ഷൻ? ഈ 3 നേതാക്കന്മാരും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
അത് ഓരോ ഇല്ലാത്തതായ കത്ത് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിലെ പാർട്ടി അണികൾ, മുന്നണി അണികൾ, അതുപോലെ പൊതുസമൂഹം, ഈ 3 മേഖലകളിലും ഇല്ലാത്തതായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണ ലവലേശം പോലും ഉണ്ടാകരുത് എന്നുള്ള ഉറപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ധാരണ എടുത്തു കളയാനും ഒന്നിച്ച് ഭരണ തുടർച്ചയിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്നുള്ള നയപ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഞാൻ തിരിച്ചെത്താം ശ്രീ ടി സിദ്ദീഖ്. ശ്രീ ജേക്കബ് ജോർജ്, ഒന്നിച്ച് ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള നയപ്രഖ്യാപനമാണ് ഇന്ന് ശ്രീ വി എം സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും KPCC ഓഫീസിൽ നടത്തിയത്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പത്രസമ്മേളനം കണ്ടു, ഞാൻ മുഴുവനും കണ്ടു. ഇപ്പം ഇവരെ ഡോക്ടർ വർഗീസ് ജോർജും ആൻഡ്രി രാജുവും സിദ്ദിഖും അതിൻ്റെ രാഷ്ട്രീയം പറയും. ഞാൻ കണ്ടതിനെ കുറിച്ച് പറയട്ടെ. ഇതുപോലെ ശുഷ്കമായ ഒരു പത്രസമ്മേളനം ഞാനൊരു പത്രപ്രവർത്തനം എന്ന് എനിക്ക് പറയുകയാണ്. എത്രയോ വർഷങ്ങളായി ഞാൻ തിരുവനന്തപുരത്തെ പത്രക്കാരനാണ്. ഇങ്ങനെ നമ്മൾ പാഡുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് വേണം, നമുക്ക് പത്രത്തിൽ കൊടുക്കേണ്ട ഒരു ലീഡ് കൊടുക്കണ്ടേ. ഇതിനെ പ്രസ്താവിച്ചു, വി എം സുധീരൻ പ്രസ്താവിച്ചു. അദ്ദേഹം KPCC അധ്യക്ഷനാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആള് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അത് കഴമ്പുള്ള കുറേ വസ്തുതകൾ വേണ്ടേ. എന്താണ് അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ്, കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? ശരിക്കും പറഞ്ഞാൽ ഈ പത്രസമ്മേളനം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ആവേശം കൊടുക്കേണ്ട ഒരു പത്രസമ്മേളനമായിരുന്നു. 3 പേർക്ക് ഒന്നിച്ചിരിക്കുമല്ലേ. തന്നെയല്ല, ലോകത്തിലുള്ള മലയാളികൾ സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷനിൽ. അപ്പം ഒരു വലിയ സന്ദേശമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കൊടുക്കുന്നത്. എല്ലാ ടെലിവിഷൻ ചാനലിലും ലൈവായിട്ട് കൊടുക്കുകയാണ്. എന്നാൽ അത് കോൺഗ്രസിൽ കുറേ ബുദ്ധിജീവികളൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. അവരോടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു രൂപം ഉണ്ടാക്കി ഒരു സമഗ്രമായ ഒരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ നല്ല കണ്ടന്റുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അതായിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോയി. രണ്ടാമത്തെ കാര്യം, അവരുടെ സിദ്ദിഖൊക്കെ പറയുന്നുണ്ട്, വാഴ്ത്തിപ്പോഴുന്നുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരൻ നിലയ്ക്ക് അതിലേ പറയാൻ പറ്റൂ. അവരുടെ 3 പേരുടെ ഒരു ബോഡി ലാംഗ്വേജ്. ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് ചോദിച്ചു എന്തായിരിക്കും അവരുടെ പെർഫോമൻസ്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷത്തോടെയായിരിക്കും, കാരണം ക്യാമറകൾ നോക്കിക്കൊണ്ടിരിക്കണ്ടേ, ജനങ്ങൾ മൃഗം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് 3 പേരും മരം പോലെ ആണ് ഇരുന്നത്. ഒരു മുഖത്തൊരു ഒരു സന്തോഷമൊക്കെ വേണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ അഭിപ്രായമായിരിക്കുന്നത്, ഞാൻ കുറേ കോൺഗ്രസ്സുകാരെ വിളിച്ചു ചോദിച്ചു. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടിയുമായിട്ടും രമേശ് ചെന്നിത്തലയുമായിട്ടൊക്കെ അടുപ്പമുള്ള കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളും അവരെയൊക്കെ വിളിച്ചു. അത് ഒരു മാന്യദേഹം, ഒരു വലിയ മുതിർന്ന ആള് പറയുക, അതേ അവരുടെ പത്രസമ്മേളനം കണ്ടാൽ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന് പത്രസമ്മേളനം നടത്തില്ലേ, സർക്കാർ കാര്യം അതുപോലെ ഇരുന്ന് കേട്ടോ, മഹാ കഷ്ടമായിപ്പോയി. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? അത് കോൺഗ്രസിൻ്റെ സാധാരണക്ക് അനുഭാവികൾക്ക് പോലും തോന്നുന്ന കാര്യമാണ്. ഞാനതിനെ അങ്ങനെ അപ്പോൾ ഈ 3 പേരും തമ്മിൽ 3 പേരും അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞെങ്കിലും അവർ തമ്മിൽ എത്രയോ അകലമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതാണ് ഈ ഇന്നത്തെ പത്രസമ്മേളനം കേരളത്തിലെ എന്നല്ല ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും കേരള സമൂഹത്തിന് നൽകിയത്. ഇതായിരുന്നില്ല ഒരുപക്ഷെ സോണിയാഗാന്ധി ഉദ്ദേശിച്ചത്. സോണിയാഗാന്ധി ഹെഡ് മിസ്ട്രസ്സായിട്ട് ചെവിക്ക് പിടിച്ച് 3 പേരെ കൊണ്ടുവന്ന് ഒരു മേശപ്പുറത്ത് ഇരുത്തിയതുപോലെയുള്ള ഒരു പ്രകടനമായിരുന്നു എന്നാണ് സിദ്ദിഖിനോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. സിദ്ദിഖിനോട് ക്ഷമിക്കണം. ശ്രീ സിദ്ദിഖ്, അതിന് പെട്ടെന്നൊരു മറുപടി പറഞ്ഞിട്ട് ശ്രീ ആന്റണി രാജുവിലേക്കും ഡോക്ടർ വർഗീസ് ജോർജിലേക്കും പോവാം. അല്ല, ഇതിന് ജേക്കബ് ജോർജ് നമ്മുടെ അടുത്ത സുഹൃത്താണ്, നല്ല മാധ്യമ നിരീക്ഷകനാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ 3 പേരും ഒരുമിച്ച് അവരുടെ ചെവിക്ക് പിടിച്ച് ഇരുത്തി സംസാരിപ്പിക്കേണ്ട ആവശ്യകത കോൺഗ്രസിലില്ല എന്നുള്ളതായിരിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ ഇവിടെ അസർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ജേക്കബ് ജോർജ് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനമാണല്ലോ, തിരുവനന്തപുരത്തുള്ള എല്ലാ ലീഡേഴ്സുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ആളാണല്ലോ. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പ്രധാന നേതാക്കന്മാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരുത്തി 8 ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, KPCC പ്രസിഡന്റ് ഒരുമിച്ച് ചർച്ച ചെയ്തല്ലോ. ഞങ്ങളുടെ സീറ്റ് വിഭജനത്തിൽ ദിവസങ്ങളോളം ഒരുമിച്ച് രാവും പകലും ഇരുന്നുള്ള പ്രശ്നങ്ങൾ ഇവർ ഒരുമിച്ചിരുന്ന് തീർത്തത്. ഇവർ ഒരുമിച്ചിരിക്കുന്നത് പിണറായി വിജയനും കോടിയേരിയും നിങ്ങളുടെ താല്പര്യം കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ചിരുന്നത്. അല്ലാതെ ഇവർ പറഞ്ഞ UDF ഘടകകക്ഷികൾ പറഞ്ഞ പ്രശ്നങ്ങളോ കോൺഗ്രസിലെ ആളില്ലാ കത്തിലൂടെ പുറത്തു വന്ന വിവരങ്ങളൊന്നും പരിഹരിക്കാനൊന്നും അല്ല നിങ്ങൾ ചർച്ച ചെയ്തത്.
ഇന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം അതൊന്നുമല്ല ലാലെ അവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിലെ അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ പരസ്പരം ആശയവിനിമയം പങ്കുവച്ചത്, അതിൻ്റെ പബ്ലിക് പ്രൊക്ലമേഷൻ, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പാർട്ടി പ്രവർത്തകരായ ഞങ്ങൾക്കും നേതാക്കന്മാരായ മറ്റുള്ളവർക്കും എല്ലാവർക്കും വളരെ കൃത്യമായൊരു ഫീലിംഗ് നൽകിയിട്ടുണ്ട്. എന്താ ഫീലിംഗ്? ആ ഫീലിംഗ് എന്നുള്ളത് ഇതിലേക്ക് വേണ്ടി പാർട്ടി നേതൃത്വം ഒന്നിച്ചാണ്, പ്രവർത്തകന്മാർ അതിനനുസരിച്ച് ഒന്നിച്ച് കഠിനാധ്വാനം ചെയ്യണം എന്നുള്ളതായ ക്ലിയർ മെസ്സേജ് ആണ് ഞങ്ങൾക്കൊക്കെ. നേരത്തെയും പറഞ്ഞതാണ്, പക്ഷെ അങ്ങനെ കണ്ടില്ല എന്നുള്ളതാണ് ജേക്കബ് ജോർജ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ലോകം മുഴുവൻ മലയാളികൾ കാത്തിരിക്കുമ്പോൾ ശ്രീ ആന്റണി രാജു, താങ്കളോടാണ് ചോദ്യം. ഈ വാർത്താ സമ്മേളനത്തെ ഒന്ന് ആഘോഷിക്കാൻ, അതല്ലെങ്കിൽ അതൊന്ന് ഹൈജാക്ക് ചെയ്യാൻ, ഈ സമയം മുഴുവൻ മാധ്യമങ്ങളുടെ സ്ലോട്ടിലൂടെയുള്ള ഈ സമയം മുഴുവൻ പിടിച്ചെടുക്കാൻ കോൺഗ്രസിനാകുമായിരുന്നു. ഈ മൂന്ന് നേതാക്കളും കെട്ടിപ്പിടിക്കുകയും ഒരു വലിയ ആവേശം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് അവരുടെ പ്രസ്താവനകളും ഈ പറഞ്ഞ വിളംബരമുണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് നിന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. മരം പോലെ എന്നാണ് ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും? നിങ്ങളുടെ പ്രതീക്ഷകൾ എവിടെയൊക്കെ നിൽക്കും? ലാലെ, വലിയൊരു ആവേശം നൽകുന്ന ഒരു പത്രസമ്മേളനം അല്ലായിരുന്നെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നല്ലൊരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു അത്. ഇനിയുള്ള നാളുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടൊരു വലിയ പാർട്ടിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ഐക്യരാജ്യ മുന്നണിയെ നയിക്കുന്ന വലിയ പാർട്ടി എന്ന നിലയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില പിന്നെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഒരു രാത്രി കൊണ്ട് തീർന്ന് യാന്ത്രികമായി നാടകീയമായി കെട്ടിപ്പിടിക്കുകയും ഓടുകയും ചെയ്യാൻ കഴിയില്ലല്ലോ. അതിൻ്റേതായൊരു സമയമെടുക്കും. അതിന് നല്ല തുടക്കമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും താഴെയുള്ള അവരുടെ പാർട്ടിക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അതിന് പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഉണ്ട് എന്നുകൂടി തെളിയിക്കുകയാണ്. ഇവിടെ നമ്മളിത് പറയുമ്പോൾ മറ്റ് പല പാർട്ടികളിൽ ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും കൂടെ ഒരുമിച്ച് ഇതുപോലൊരു പത്രസമ്മേളനം നടക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഈ ആംഗിളുകളെല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ ഇന്നൊരു നല്ല തുടക്കമാണെന്ന് വേണം നമ്മൾ കരുതണം. ഏതായാലും നമുക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കോൺഗ്രസ് യോജിച്ചു പോകുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്, കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല പ്രയാണത്തിന് നല്ലതാണ്. അതിനുള്ള നല്ല തുടക്കമാകട്ടെ. വലിയൊരു ആവേശം ജനിപ്പിച്ചില്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷേ എങ്കിലും ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു തുടർ ഭരണത്തിനെ മൂവരും ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം അതിനകത്തുണ്ട്. ആ രീതിയിലേക്ക് അത് താഴെ തട്ടിലേക്ക് എത്തിയോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതിന് ഇടവേളയ്ക്ക് ശേഷമാണ് ആ അന്വേഷണം പോകുക. അതിന് മുമ്പ് ഡോക്ടർ വർഗീസ് ജോർജ്, താങ്കൾക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ ചില നേതാക്കളെ ഒരുമിച്ച് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റാത്തവണ്ണമാണ് പല ഭാഗത്തുമുള്ളത്. ഇവിടെ ഇതാ 3 പേർ വന്ന് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയെങ്കിലും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ പിണറായി വിജയനും ശ്രീ വീരേന്ദ്രകുമാറിനും ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ നേരത്തെ വേണമെങ്കിൽ വരുത്താമായിരുന്നു. നിങ്ങൾ അത് ചെയ്യാതിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ വർഗീസ് ജോർജിൻ്റെ വാക്കുകളിലുള്ള ചില സത്യസന്ധത മനസ്സിലാക്കുമ്പോൾ രാഷ്ട്രീയം വളരെ ഗൗരവമാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് ചില പ്രത്യയശാസ്ത്രങ്ങളുടെ അടിത്തറയുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. അത് ഇവിടെ ഈ കോൺഗ്രസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിലാലെ, ഞങ്ങൾ ഇന്ന് UDF ലീഡേഴ്സിനെ കണ്ടപ്പോഴും ഞങ്ങൾ നിർബന്ധിച്ച ഒരു വസ്തുത, നമ്മൾ പോളിറ്റിക്സിൽ ഓണസ്റ്റി കാണിക്കണം, സത്യസന്ധതയും ആർജവത്വവും കാണിക്കണം. ഇപ്പം ഞങ്ങളെപ്പോലെ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ വന്നപ്പോൾ ഞങ്ങളോട് ചില നിബന്ധനകളുണ്ടായിരുന്നു, ചില വാക്കുകളുണ്ടായിരുന്നു. ആ വാക്കുകൾ പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ സിദ്ദിഖ് ഈ ചർച്ചയിൽ എപ്പോഴും വളരെ ഡിഗ്നിഫൈഡായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ്, ഇവരൊക്കെ വ്യക്തിപരമായി നല്ല ആളുകളാണ്. പക്ഷേ ഒരു കളക്റ്റീവായ ഒരു എൻറ്റിറ്റി എന്നുള്ള നിലയിൽ ഒരു ഘടകകക്ഷിയോട് പാലിക്കേണ്ട മാന്യത അവർ പാലിച്ചില്ല. ഈ മാന്യത നമുക്ക് പ്രയോഗത്തിലൂടെ അനുഭവേദ്യമാകാതെ ഈ പത്രസമ്മേളനത്തിൻ്റെ അന്തസത്ത നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. അത് വരാതെ, നിങ്ങൾക്കത് ബോധ്യപ്പെടാതെ നിങ്ങളൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തയ്യാറല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് ഭയപ്പെടുത്താനും തയ്യാറല്ല. അല്ല, ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ കോർഡിലായിട്ട് സംസാരിച്ചു. പക്ഷെ ഞങ്ങൾ ഇന്ന് പറഞ്ഞത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം പ്രയോഗത്തിൽ. അത് വരുമോ നോക്കട്ടെ. അതിന് നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ ശ്രീ ആന്റണി രാജു വളരെ പ്രതീക്ഷയിലാണ്, തുടക്കമല്ലേ ആയിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് സമയം കൊടുക്കാം എന്നാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായ സമയം കൊടുക്കലിലൂടെ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള സാധ്യത
കാണുന്നുണ്ടോ ഡോക്ടർ വർഗീസ് ജോർജ്? അതിനുള്ള സമയമുണ്ടോ? വലിയ കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്, രാഷ്ട്രീയമാണ്. അതിങ്ങനെ എവിടെയെങ്കിലും ഗൂഢമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അല്ലാതെ പോളിറ്റിക്സ് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അത് ഡയലക്റ്റിക്കലുമാണ്. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ പ്രയോഗം വേണം. അത് വരുമോ നോക്കട്ടെ. എന്നാണ് JDU നിങ്ങളുടെ വ്യക്തമായ തീരുമാനം പറയാൻ പോകുന്നത്? ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതൊരു വാർത്താ സമ്മേളനത്തിലൂടെ പറയാനുള്ള താമസമുണ്ട്. അത് എപ്പോഴാണ് ഉണ്ടാകുക? കാരണം നിങ്ങൾക്കിങ്ങനെ കള്ളം സ്വീകരിച്ചുകൊണ്ട് സത്യം പുറത്തേക്ക് പറയാനാകാതെ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഡോക്ടർ വർഗീസ് ജോർജിനെ പോലെ ഒരു മനുഷ്യന് അങ്ങനെ ഊതി വീർത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെയാണ്? അത് ജേക്കബ് ജോർജ് സാർ എപ്പോഴും പറയും ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ എന്ന്. പക്ഷേ ഞങ്ങൾക്കൊരു മുന്നണിയുടെ ഡിസിപ്ലിൻ ഇല്ലേ? ഇന്ന് VM സുധീരൻ ഞങ്ങൾ പോകാൻ നേരം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ പുറത്തു പോയി ഈ ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം നിങ്ങൾ സംസാരിച്ചിട്ടില്ല, നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ റെസ്പെക്റ്റ് അതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ റെസ്പെക്റ്റ് ഉള്ളവർ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായും. എന്തായാലും പറയാനില്ലാത്തത് കൊണ്ടല്ല, പുറത്തു പോയി പറയാത്തതാണ് ഡോക്ടർ വർഗീസ് ജോർജിൻ്റെ മാന്യത എന്ന് പറഞ്ഞ VM സുധീരനെ കോട്ട് ചെയ്യുകയായിരുന്നു ഡോക്ടർ വർഗീസ് ജോർജ്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കേണ്ടത് താഴെ തട്ടിലേക്ക് കോൺഗ്രസും UDFും തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തിച്ചേരാൻ ഇങ്ങനെയൊക്കെ മതിയോ? എന്തൊക്കെയാണ് പദ്ധതികൾ? ശ്രീ T. സിദ്ദിഖ്, എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചർച്ച ചെയ്ത് നിങ്ങൾ ഇനിയിപ്പോൾ താഴെ തട്ടിലേക്ക് കാര്യങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അവിടെയെല്ലാം ഇതുപോലെ ഒരുമിച്ച് കൂടി എല്ലാ അഭിപ്രായങ്ങളുള്ളവരും ജനങ്ങളുടെ മുമ്പാകെ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ആ കാര്യങ്ങൾ പരിഹരിക്കണമല്ലോ. അന്നുണ്ടായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ റിബൽ ശല്യങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കാര്യങ്ങളിൽ കോർഡിനേഷൻ നടത്തുന്നതിന് KPCCക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. അത് എങ്ങനെയാണ് ഇനിയിപ്പോൾ നേരെയാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? നിങ്ങൾ ആ തീരുമാനങ്ങളാണല്ലോ താഴെ തട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഓരോ കാര്യങ്ങളായിട്ട് എടുത്താൽ ഈ കാര്യത്തിൽ എന്താണ് തീരുമാനം? അല്ല, ഈ സംഘടനാടിസ്ഥാനത്തിൽ റബലുകളെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കൈകാര്യം ചെയ്യേണ്ടതായിരിക്കുന്ന രീതി എന്താണെന്ന് പാർട്ടി അന്നെടുത്തു. അതിനുശേഷം എടുക്കേണ്ടതായ തീരുമാനം എന്ത് എന്ന് പാർട്ടി ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള തീരുമാനമെടുക്കും. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതിൽ പാർട്ടിയുടെ അഭിമാനം, പാർട്ടി പ്രവർത്തകന്മാരുടെ അഭിമാനം, ജനസ്വാധീനം എല്ലാം വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു നയപരമായ ഒരു തീരുമാനം എന്താണോ ആ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കും. ഇതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തരമായിട്ടുള്ള തർക്കങ്ങൾ ഈ കാര്യത്തിലൊന്നും ഒരു കാരണവശാലും ഇല്ല എന്നാണ് ആധികാരികമായി ആദ്യം തന്നെ പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പരാമർശിച്ച ഒരു കാര്യം, ഈ മൂന്നാളുകളും പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെ ഒരു കെട്ടിപ്പിടിക്കാനുള്ളതായിരിക്കുന്ന ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ള ലാലിൻ്റെ ഭാഗത്ത്. ഞങ്ങളുടെ നേതാക്കന്മാർ പബ്ലിക്കായി കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. അവർ മാനസിക ഐക്യത്തോടു കൂടി തന്നെ നീങ്ങുന്നവരാണ്. പക്ഷേ ഒരു പബ്ലിക്കിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ട്. ആ പെർസെപ്ഷൻ മാധ്യമങ്ങളടക്കം ചില ചർച്ചകളിലൂടെ ഉണ്ടായിട്ടുള്ളതായ വിഷയങ്ങളാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു യൂണിറ്റി മെസ്സേജ് താഴോട്ട് പോകാൻ അത്തരമൊരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരു പരസ്യമായി പിണറായി വിജയനും VSും കെട്ടിപ്പിടിച്ചാൽ അതിന് ഒരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. ഈ മൂന്ന് നേതാക്കന്മാർ തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ അതിന് രാഷ്ട്രീയ മാനമില്ല. കാരണം അവർ ദിവസവും കാണുന്നവരും ചർച്ച ചെയ്യേണ്ട ഇടങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ കെട്ടിപ്പിടുത്തത്തൊന്നും കാര്യം, ജനങ്ങളോട് സത്യസന്ധമായി നമ്മൾ ഇടപഴകണം, അവരോട് മെസ്സേജ് കൊടുക്കണം. അതുകൊണ്ട് സത്യസന്ധമല്ലാത്തതായിരിക്കുന്ന ഒരു കെട്ടിപ്പിടുത്തത്തിൻ്റെ സ്കോപ്പ് പോലും കേരളത്തിലെ കോൺഗ്രസിലില്ല. പക്ഷെ മെസ്സേജ് കൈമാറേണ്ടതുണ്ട്. ആ മെസ്സേജ് ഇന്ന് കൈമാറി അത് താഴെ തലങ്ങളിലേക്ക് കൃത്യമായി പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ UDF കൺവെൻഷൻസ് ആരംഭിക്കാൻ പോവുക. ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം T. സിദ്ദിഖ്, ഈ പറഞ്ഞതുപോലെയുള്ള റിബൽ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് റിബൽ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ പദ്ധതി അല്ല. അതിനകത്ത് KPCCയുടെ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നുള്ള മുൻ നിരീക്ഷണങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്താണ് തീരുമാനം എന്നുള്ളതായിരുന്നു അതൊന്ന്. രണ്ടാമത്, നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് വ്യാജ കത്തിലൂടെ പുറത്തു വന്നതും അണികൾ പൊതുവെ അംഗീകരിച്ചതും. ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സർക്കാർ ഈ നേതൃത്വത്തിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വോട്ട് ചോർച്ച, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൻ്റെ കാര്യത്തിൽ, നായർ സമുദായത്തിൻ്റെ കാര്യത്തിലൊക്കെ ആ കത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും അംഗീകരിച്ചതാണല്ലോ. ആ കാര്യങ്ങളിലൊക്കെ എന്ത് നിരീക്ഷണവും
തീരുമാനവുമാണ് ഉണ്ടായിട്ടുള്ളത് താഴെ തട്ടിലേക്ക് അറിയിക്കാൻ? ഒന്ന് കത്തിന്റെ കാര്യം ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ വളരെ കൃത്യമായി അതിന് മറുപടി കൊടുത്തു. കത്തിനെ കുറിച്ച് പിടിക്കല്ലേ ശ്രീ ടി സിദ്ദിഖ്? അതിനകത്തുള്ള കണ്ടന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അണികളിലുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, കത്തില്ലാതെ തന്നെ കത്തിന്റെ കണ്ടന്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരു അടിസ്ഥാനമില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നുള്ളതില്ല. ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും മതേതര സ്വഭാവമുള്ളതായ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷവും എല്ലാം UDFന്റെ ബാക്ക് ബോൺ തന്നെയാണ്, ഒരു തർക്കമില്ല. അവരെല്ലാവരുടെയും പിന്തുണ കോൺഗ്രസിനും UDFനും ആവശ്യമുണ്ട്. UDF ഏറ്റവും നന്നായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ വെറുതെ പറയുകയല്ല, കേരള ചരിത്രത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി, അതിലെ മന്ത്രിമാർ. സിദ്ദിഖിന്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലുള്ള പലരുടെയും കാഴ്ചപ്പാടാണ്. അത് എല്ലാവരും കോൺഗ്രസിനകത്ത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടിന്റെ പ്രശ്നവും അങ്ങനെ ഒരു സന്ദേശം കൊടുക്കേണ്ടി വരുന്നതും ഒക്കെ വന്നിരിക്കുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം കോൺഗ്രസിൽ ഒരു ഭാഗത്തിന് ഉണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ട്, അത് തിരുത്തണം. എങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ ഈ ഐക്യത്തിൽ തീരുമാനിക്കപ്പെട്ടോ എന്നാണ് അറിയേണ്ടത്. ഞങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനും ഭൂരിപക്ഷ പ്രീണനും കോൺഗ്രസിൽ അങ്ങനെ പ്രീണന സമീപനമില്ല. അങ്ങനെ പറഞ്ഞല്ലോ, കത്തില്ല എന്നുള്ളത് പറഞ്ഞു. കത്തിന്റെ കണ്ടന്റിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നാലും ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നയസമീപനം വർഗീയതക്കെതിരായിട്ടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. ഞാൻ ലാലിനോട് ചോദിക്കുന്നു, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ച ഇടതുപക്ഷത്തിന്റെ പല മേഖലകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ച സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സമീപനം ഈ കാര്യത്തിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭൂരിപക്ഷമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും അവരെ ഒരേ സമീപനത്തോടു കൂടി കാണാനും എല്ലാവരെയും സംരക്ഷിക്കാൻ ആവശ്യം. അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ നയത്തിൽ വലിയ വ്യത്യാസം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ശ്രീ ആന്റണി രാജു, അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിന് ശ്രീ KM മാണി സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനും ഒക്കെ അതിന് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേർഷനും ഒക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഇനി കോൺഗ്രസ് ഇങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അല്ല, കോൺഗ്രസ് ഇങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ ശ്രീമതി സോണിയാഗാന്ധി വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. നമുക്കറിയാമല്ലോ, ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ നേതാക്കന്മാരെ ശ്രീ ഉമ്മൻചാണ്ടി എടുത്താൽ, ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തല ഒരു നായരാണ് എന്നാരും പറയുന്നില്ല. കാരണം അതിനപ്പുറത്തേക്കൊരു മുഖം, രാഷ്ട്രീയ മുഖമുള്ള നേതാക്കന്മാരാണ് ശ്രീ ഉമ്മൻചാണ്ടി ആയാലും ശ്രീ രമേശ് ചെന്നിത്തല ആയാലും ശ്രീ VM സുധീരനായാലും. അതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു അസറ്റ്. സ്വാഭാവികമായിട്ടും ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളൊരു ആക്ഷേപം പലരും ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു മതേതര സ്വഭാവമുള്ള ഒരു മുന്നണിയാണ്, ഒരു ഭരണമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഈ മുഖ്യമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും KPCC പ്രസിഡൻ്റായാലും അവർ നൽകുന്ന സംഭാവന വലുതുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിൻ്റെ അപകടം, പ്രത്യേകിച്ച് BJP നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ഇവിടെ വളരെ അപകടകരമായ രീതിയിൽ വളർന്നു വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റി ഉൾപ്പെടെ മെജോറിറ്റി ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം യോജിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്താൻ കഴിയുന്ന മുന്നണി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അക്കാര്യത്തിൽ കുറേക്കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ പിണക്കാതെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മതേതര മുന്നണിയാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തണം. അതിന് വിഘാതം വരുത്തുന്ന ചില പ്രസ്താവനകൾ ചില നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇനിയുള്ള നാളുകളിൽ ശേഷിക്കുന്ന 4-5 മാസമുള്ള തിരഞ്ഞെടുപ്പിനും ഇനിയെങ്കിലും അത്തരമൊരു വിഭാഗീയത സമൂഹത്തിൻ്റെ ഇടയിൽ വളരാൻ ഇടവരുത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ള പ്രസ്താവനകൾ നേതാക്കന്മാരിൽ ഉണ്ടാകാതിരിക്കണം. അത് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു വാർണിംഗ്, അല്ലെങ്കിൽ ഒരു സൂചന, അല്ലെങ്കിൽ ഒരു മുൻകരുതൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കോൺഗ്രസ് അധ്യക്ഷയോട് ധരിപ്പിച്ചത്. അതിൽ ഞങ്ങൾ അത് പറയുമ്പോൾ തന്നെ ആവർത്തിച്ച് പറയാം, ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനൊരു കത്ത് അയച്ചുവെന്നോ, രമേശ് ചെന്നിത്തല ഒരു കത്തയച്ചതിൻ്റെ വികാരത്തിലാണിത് പറയുന്നതെന്നോ ഒരിക്കലും ഞങ്ങൾ ശ്രീമതി സോണിയാഗാന്ധിയോട് പറഞ്ഞിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ മാത്രമേ ഈ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നീങ്ങുകയുള്ളൂ. ഞങ്ങൾ ആ ഒരു ജേക്കബ് ജോർജ്, എന്തായാലും
തൊലിപ്പുറത്ത് ചികിത്സ നടത്തിയെങ്കിലും മുന്നോട്ട് പോകണം എന്നാണ് ശ്രീ ആന്റണി രാജു പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം പുറമേക്ക് വലിയ തർക്കങ്ങൾ ഉണ്ടാകരുത്. ശ്രീ VM സുധീരൻ തന്നെ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെ അപ്പുറം ഇപ്പുറം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു, കർശനമായ നടപടിയെടുക്കും, ആരും പരസ്യ പ്രസ്ഥാനങ്ങളിലേക്ക് പോകരുത്. അങ്ങനെയൊക്കെ ഭീഷണികളിലൂടെയും സംഘടനാ സംവിധാനത്തിലൂടെയും മുന്നോട്ട് ഇനി പോയാൽ UDF-ഉം കോൺഗ്രസും രക്ഷപ്പെടുമോ? അതാണോ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ UDF ഘടകകക്ഷികളും പറഞ്ഞത് ആ അർത്ഥത്തിലാണോ? തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യങ്ങൾ തീരുമോ? അല്ല, ആന്റണി രാജു പറഞ്ഞതാണ് ശരിക്കും അന്തസ്സുള്ള വർത്തമാനം. ഇത് കോൺഗ്രസ്സിന് ഈ ഒരു വഴിയാണ് അഭികാമ്യം. എനിക്ക് തോന്നുന്നു സുധീരൻ ആന്റണി രാജു വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നത്തെ പത്രസമ്മേളനം എന്ത് അന്തസ്സുറ്റതായിരുന്നു. ഇനി ആന്റണി രാജു ഇപ്പം പറഞ്ഞ വാചകങ്ങൾ മാത്രം എഴുതിയ പ്രസ്താവനയ്ക്കകത്ത് ചേർത്താൽ മതിയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് എന്നല്ല, ഇന്ത്യയിലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്. അതായിരിക്കുകയും വേണം. അല്ലാതെ ആന്റണി രാജു പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനി, രമേശ് ചെന്നിത്തല നായർ, ഈ നായന്മാർക്ക് ആണോ രമേശിനെ ഈ നിലയിലെത്തിച്ചത്? അല്ലെങ്കിൽ SNDP യോഗമാണോ VM സുധീരനെ ഈ KPCC അധ്യക്ഷനാക്കിയതും ഇത്രയും പദവി കൊടുത്തതും? ഉമ്മൻചാണ്ടിയെ ഒരു ക്രിസ്ത്യാനിയെ സഹായിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഈ നിലയിലെത്തിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. അല്ലാതെ അതാണ് കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യമേ പഠിക്കേണ്ട കാര്യം. ബാലപാഠമാണ്, അവിടെയാണ് തുടങ്ങേണ്ടത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ഒരു കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കാൻ VM സുധീരന് കഴിഞ്ഞില്ല. അല്പമെങ്കിലും പറഞ്ഞത് രമേശ് ചെന്നിത്തലയുള്ളൂ ധീരമായിട്ട് കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ പത്രസമ്മേളനം പരാജയപ്പെട്ടു എന്ന് പറയാൻ കാര്യം, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴല്ലേ ഉപന്യാസം, സാരോപദേശം, ഈശ്വരഭക്തി, നമുക്കെല്ലാവർക്കും ഈശ്വരഭക്തി ഉണ്ടായിരിക്കണം എന്നൊക്കെ എഴുതി വായിക്കുന്നത്. അതുപോലെയല്ലല്ലോ മദ്യം നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും കണ്ടോ, എല്ലാം കേരളം ഇതാ ഒരു വലിയ മദ്യമില്ലാത്ത നാടാകുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ക്യൂ കാണണോ എൻ്റെ അമ്മോ. ന്യൂ ഇയറിൻ്റെ ഈ ബിവറേജസ് കോർപ്പറേഷൻ മുമ്പിലെ ക്യൂ കാണണം, എന്നിട്ടാണ് മദ്യമില്ലാത്ത കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത്. ഇതൊക്കെയാണോ പറയേണ്ടത്? നല്ല കാമ്പുള്ള വർത്തമാനം ഒരു നേതാവ് അങ്ങനെയല്ലേ? നേതാവിൽ നിന്ന് കേരളത്തിലെ ആൾക്കാർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, നേതാക്കന്മാരിൽ നിന്ന്. അതുകൊണ്ട് ഈ 3 പേരും ചേർന്നപ്പോഴത്തേക്ക് ഒരു സംയുക്ത നേതൃത്വം, ആ നേതൃത്വം കോൺഗ്രസിനെ ഇനി നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു കാഴ്ചപ്പാട് പ്രകടിപ്പിച്ചില്ല, ആ ഒരു അഭിപ്രായം ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ശ്രീ സിദ്ദിഖ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നമുക്ക് സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഇനിയും മാധ്യമങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കാണും, പറയും, അവർ വിശകലനം ചെയ്യും, പൊതുജനങ്ങൾ നിരീക്ഷകരും ആ അർത്ഥത്തിൽ കാര്യങ്ങളെ കാണും. അപ്പോഴൊക്കെ അത് തിരുത്താൻ ഐക്യ സന്ദേശവുമായി നേതാക്കൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ സാധിക്കുമോ? അങ്ങനെ വന്നാൽ കാര്യങ്ങൾ തീരുമോ എന്നുള്ളത് ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ വാർത്താ സമ്മേളനം ആ അർത്ഥത്തിൽ വിജയിച്ചില്ല എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് നിരീക്ഷിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ T. സിദ്ദിഖ്, ശ്രീ ആന്റണി രാജു, ഡോക്ടർ വർഗീസ് ജോർജ്, ശ്രീ ജേക്കബ് ജോർജ്.